ഹായ് ഹലോ ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ്റെ വിവാഹ നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമിൻ്റെ മുഖം മൂടിയും കൂടി അഴിഞ്ഞു വീഴുന്ന രംഗങ്ങളാണ് കാണാൻ പോകുന്നത്. അതുമാത്രമല്ല, ശ്യാമിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ പുറത്താകുന്ന ദിവസവും കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡോടുകൂടി ശ്യാമിന് നേരെയുള്ള കുരുക്ക് മുറുകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതുവരെ അഞ്ജലിക്ക് ചെറിയ ചെറിയ സംശയങ്ങളെ ശ്യാമിൻ്റെ നേർക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ അറിയാതെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ സംശയങ്ങൾ ഇന്ന് ദൃഢമാവാൻ വേണ്ടിയിട്ട് പോകുന്ന സംഭവങ്ങളാണ് ഏതോ ജന്മകൽപ്പനയിൽ സംഭവിച്ചിരിക്കുന്നത്. കൂടാതെ ആകാശിന്റെ പ്രണയവും കൂടി പുറത്താവാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ എന്തൊക്കെ ആയിരിക്കും നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ശ്യാം അഞ്ജലിയുടെ മുന്നിൽ ആദ്യമായിട്ട് പിടിക്കപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസമാണിന്ന്. അഞ്ജലിയുടെ മനസ്സിൽ ആ ഒരു സ്വർണത്തിന്റെ കാര്യം, അന്ന് എൻ്റെ പേര് പറഞ്ഞിട്ട് ശ്യാം മോതിരം വാങ്ങിച്ചു എന്ന് ആ ജ്വല്ലറിക്കാരൻ പറഞ്ഞ അന്ന് മുതൽ അഞ്ജലിക്ക് ചെറിയ ചെറിയ സംശയങ്ങളുണ്ട്. ശ്യാമിനിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന്. അത് ഒന്ന് ഊന്നി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്യാം വന്നിരുന്നത് തന്നെ ഓരോ കാര്യങ്ങൾ അഞ്ജലി ശ്യാമിനോട് ചോദിച്ചതും. അന്ന് ശ്യാമേട്ടൻ ആ ഫംഗ്ഷന്റെ ഇടയിൽ ഒരു കൂട്ടുകാരനെ വയ്യാ എന്ന് പറഞ്ഞു പോയില്ലേ, അപ്പൊ ആ കൂട്ടുകാരനെ എങ്ങനെയുണ്ട്, അയാൾക്കിപ്പോൾ ഓക്കെ ആയോ, ഡിസ്ചാർജ് ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ശ്യാമേ ഏത് കൂട്ടുകാരൻ, എനിക്കൊന്നും മനസ്സിലായില്ല, നീ ആര് കാര്യമാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും മനസ്സിലാവാത്ത രീതിയിൽ ചോദിച്ചു. അപ്പോൾ അഞ്ജലി എടുത്ത് പറഞ്ഞപ്പോഴാണ് ശ്യാം പറഞ്ഞത്, ആ കൂട്ടുകാരന് വേറെ കുഴപ്പമൊന്നുമില്ല, അവനിപ്പോൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, ഭാര്യയായിട്ട് വഴക്കാണ്, അപ്പോൾ അതുകൊണ്ടാണ് അവൻ എന്നെ വിളിച്ചത് എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അഞ്ജലി വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്യാം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ അന്ന് നമ്മൾ ആ ഒരു സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് ശ്യാമേട്ടനോട് കുറച്ച് പൈസ കടം ചോദിച്ചില്ലായിരുന്നോ, അതെങ്ങനെയായെന്ന് ചോദിച്ചപ്പോൾ അതും കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ അവരുടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും വിധി 2 ദിവസത്തിനകത്ത് വെച്ചിട്ട് വരും, 90% ഓക്കെ ആണ് എന്നൊക്കെ ശ്യാം ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്, എന്താ കാര്യം? അല്ല, ശ്യാമേട്ടൻ സാധാരണ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നോട് ബാക്കി ഫോളോ അപ്പ് കാര്യങ്ങളൊന്നും പറയാറില്ല, ഇപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടാറുമില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് അഞ്ജലി പറയുന്നുണ്ടെങ്കിലും ശ്യാമിന് ചെറിയൊരു സംശയം തോന്നി. അതിൻ്റെ കൂടെ ശ്യാമേട്ടൻ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ, എന്നോട് പറയാനായിട്ട് വിട്ടുപോയി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അവിടെ ശ്യാമയെ ഒന്നുമില്ല, നിന്നെ മറച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, ഒരു കുഴപ്പമില്ല അഞ്ജലി, നിനക്ക് തോന്നുന്നതാണ് എന്നൊക്കെ ശ്യാമ അവിടെ പറയുമ്പോഴത്തേക്കും ശരി ശ്യാമേട്ട നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി അകത്തോട്ട് പോയി. പക്ഷേ ശ്യാമിന് മനസ്സിലായി അഞ്ജലിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവളിങ്ങനെ എന്നോട് ആവർത്തിച്ച് ചോദിക്കുന്നത്, അതുകൊണ്ട് ഇനി സൂക്ഷിച്ചേ മതിയാകൂ എന്ന് ശ്യാമിൻ്റെ ഉൾമനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആകാശ് ഒരുപാട് വട്ടം, കാരണം തൻ്റെ ഈ ഒരു വിവാഹ ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും അമ്മയെ വിളിച്ച് കാര്യങ്ങൾ അമ്മയോട് പറയാൻ പറ്റത്തില്ല, പിന്നെ പ്രീതിയോട് കാര്യങ്ങൾ അറിയിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നേരെ ആകാശ് പ്രീതിയെ വിളിച്ചു. അപ്പോൾ കുറേ വട്ടം വിളിച്ചപ്പോൾ കോൾ എടുത്തില്ല, പിന്നെ അത് ഓരോരുത്തർ മാറിയാണ് എടുത്തത്. പിന്നെ അതിനുശേഷം പ്രീതി കോൾ എടുത്ത സമയത്ത് ആകാശ് പറയുന്നുണ്ട്, പ്രീതി എനിക്ക് ഒരു 5 മിനിറ്റ് നിന്നോട് സംസാരിക്കണം, 5 മിനിറ്റ് മാത്രം സംസാരിച്ചാൽ മതി, നാളെ നിന്റെ വീടിനടുത്തുള്ള ആ ഒരു കഫേയിൽ ഞാൻ വരും, നീ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ആകാശ് കോൾ വെച്ചു. പക്ഷേ ശ്രുതിയോട് പറയണമോ വേണ്ടയോ എന്ന് പ്രീതി ആലോചിക്കുവാണ്. പിന്നെ വിചാരിച്ചു വേണ്ട, ഇനിയിപ്പോൾ അവളോട് പറഞ്ഞിട്ട് ഓരോ പുലിവാലുകൾ ഉണ്ടാക്കുന്നത് എന്തിനാ, എന്തായാലും ഇപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, വേറെ ആരോട് പറയണ്ട എന്ന് പ്രീതി ആ ഒരു നിഗമനത്തിലെത്തി. പക്ഷേ ഇവിടെ പ്രീതിയുടെ ഒരു പെട്ടെന്നുള്ള ആ ഒരു മനമാറ്റത്തിൽ, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു തപ്പി തടഞ്ഞിട്ടുള്ള ഒരു സംസാരത്തിൽ ശ്രുതിക്ക് ചെറിയൊരു സംശയം തോന്നി. എന്നാൽ അത് തേഞ്ഞു മാഞ്ഞുന്ന രീതിയിലാണ് പ്രീതിയുടെ സംസാരങ്ങൾ വന്നത്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ശ്യാമിനെ കുറിച്ചുള്ള സംശയം അഞ്ജലിയുടെ മനസ്സിൽ നിന്ന് ഇതുവരെ മാഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ അഞ്ജലി ഇന്ന് കുറേ കാര്യങ്ങൾ, ഇന്ന് ഉറങ്ങാൻ നേരത്തും അഞ്ജലി ആവർത്തിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും, ശ്യാമേട്ടനൊന്നും ആലോചിച്ച് നോക്കൂ, എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്യാമേട്ടൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ, എന്നിട്ട് എവിടെയെങ്കിലും മറന്നതാണോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ആ ഒരു മോതിരത്തിനെ പറ്റി ശ്യാം തന്നെ പറയാൻ വേണ്ടിയിട്ട് അഞ്ജലി ഓരോ കാര്യങ്ങൾ തിരിച്ചു മറിച്ചും പറഞ്ഞു. പക്ഷേ ശ്യാം പറയുന്നത് ഒരിടത്തും ഞാൻ പോയിട്ടില്ല, ഒരു സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ട്, അത് നിന്റെ കൂടെ അല്ലാതെ ഞാൻ വേറെ ആരോടെ പോകാൻ അഞ്ജലി, ഞാൻ ഒരിടത്തും പോയിട്ടില്ല, അതുകൊണ്ട് നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഒരിടത്തും പോയിട്ടില്ല, നിനക്ക് തോന്നിയതാകും എന്ന് അവിടെ ശ്യാം പറയുമ്പോൾ
അഞ്ജലിക്ക് തന്നെ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നി. ഞാനിനി എനിക്ക് തോന്നിയതാണോ അതോ ഇനി ഇപ്പൊ ശ്യാമേട്ടൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ ഒരിടത്തും പോയിട്ടില്ല എന്ന്. പിന്നെ എന്തുകൊണ്ട് ആ ജ്വല്ലറിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ശ്യാമേട്ടൻ സാധനം മേടിക്കാൻ വന്നു എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്നൊരു ചോദ്യം അഞ്ജലിയുടെ മനസ്സിലുണ്ടെങ്കിലും അത് അഞ്ജലി മറക്കാൻ വേണ്ടിയിട്ട് അത് സോപ്പിട്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ അഞ്ജലിയുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടി വരാം, നിനക്ക് ഞാനില്ലാതെ ആരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിങ് ഇട്ട് അഞ്ജലിയെ മയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അങ്ങനെ രാവിലെ സുഖമായിട്ട് രണ്ടുപേർ കിടന്നുറങ്ങി. രാവിലെ ഉറക്കം എണീറ്റു. രാവിലെ തന്നെ വിവാഹ നിശ്ചയത്തിന് ഇപ്പോൾ ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. ആ ദിവസത്തിനകത്ത് വെച്ച് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓക്കെ ആക്കി എടുക്കണം. അതുകൊണ്ട് തന്നെ ആഹാരത്തിന് വേണ്ടിയിട്ടും പിന്നെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ലിസ്റ്റ് തയ്യാറാക്കി ലാവണ്യയും അഞ്ജലി അവിടെ ഇരിക്കുന്ന സമയത്താണ് മനോരമയും കൂടി വരുന്നത്. മനോരമയും വന്ന് ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് നമ്മൾ ഈ വെപ്രാളമൊക്കെ എടുത്തിട്ട് ഒരു കാര്യം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ടെൻഷനിൽ ഓടി വരത്തില്ലേ, അതുപോലെ ആകാശം ഓടി വരുവാണ്. കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് മീറ്റിങ്ങിന് പോകണം. അതെന്താ അശ്വിൻ വരുന്നില്ലേ? എനിക്ക് മീറ്റിങ്ങിന് ആദ്യമേ പോയി കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്, അതിനുശേഷം ഏട്ടൻ വന്നാൽ മതി, ഏട്ടൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അശ്വിൻ വരുന്നത്. ആ സമയത്ത് ആകാശ് ഈ ഒരു ടെൻഷനിൽ ആ ഒരു ഷർട്ടിന്റെ ബട്ടൺ പോലും തെറ്റിച്ചാണ് ഇട്ടിരിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ആകാശിന്റെ ആ മുഖത്തുള്ള ടെൻഷനും അതൊക്കെ കാണുമ്പോഴത്തേക്കും മനോരമയ്ക്ക് ചെറിയൊരു സംശയങ്ങൾ തോന്നി. അതിന്റെ കൂടെ തന്നെ അശ്വിൻ വന്നു. എന്നിട്ട് നീ മീറ്റിങ്ങിന് കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ പോത്തുള്ളൂ എന്ന് ആകാശ് പറഞ്ഞല്ലോ. കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങിയില്ല, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞുകൊണ്ട് ആകാശിനെ വിളിച്ചോണ്ട് പോയി. സത്യത്തില് പ്രീതിയെ കണ്ടിട്ട് മീറ്റിങ്ങിന് പോവാമെന്നാണ് ആകാശ് വിചാരിച്ചത്. ഇപ്പൊ ഇനി അശ്വിനുള്ള സ്ഥിതിക്ക് ഇനി തനിക്ക് എങ്ങനെ പ്രീതിയെ കാണാൻ പറ്റും എന്നുള്ളൊരു ടെൻഷനിലാണ് ആകാശ്. പക്ഷേ ആകാശിന്റെ ഈ ഒരു വെപ്രാളവും പരിവേശവും കണ്ടപ്പോൾ ചെറിയൊരു സംശയം അഞ്ജലിയോട് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ സൂക്ഷിക്കണം, ഇപ്പോഴത്തെ പ്രായം ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം, പക്ഷേ അവന്റെ ഈ വെപ്രാളമൊക്കെ കാണുമ്പോൾ എന്തൊക്കെ അവൻ മറയ്ക്കുന്നത് പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ മനോരമ പറയുവാണ്. അങ്ങനെ അങ്ങോട്ട് കാറിൽ പോകുന്ന ടൈമിലും ആകാശ് ഓരോ കാര്യങ്ങൾ പ്രീതിയോട് എങ്ങനെ പറയാം, പ്രീതി ഇനി എൻ്റെ അടുത്ത് എന്ത് തീരുമാനമായിരിക്കും പറയാൻ പോകുന്നത്, അതെന്നെ വേദനിപ്പിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആകാശിന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ ഓഫീസിൽ മീറ്റിങ്ങിന്റെ കാര്യം പറയുമ്പോഴും അവിടെ ആകാശ് പ്രീതിയോടുള്ള കാര്യങ്ങൾ എങ്ങനെ പറയുമെന്നുള്ള ഒരു ആലോചനയിലാണ്. അങ്ങനെ ആകാശിന്റെ പെട്ടെന്നുള്ള ഈ ഒരു പെരുമാറ്റത്തിൽ അശ്വിനും ചെറിയൊരു സംശയങ്ങൾ ഇല്ലാതില്ല. അങ്ങനെ നേരെ അവര് മീറ്റിങ്ങിന് പോകുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും വഴിക്കിറങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി പ്രീതിയെ കാണാൻ പോകണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശ്. ഈ സമയത്ത് ശ്രുതി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ധൃതിയിൽ ഇറങ്ങുന്നുണ്ട്. എന്നാൽ എങ്ങനെ ഇവിടെ നിന്ന് മുങ്ങി ആകാശിനെ പോയി കാണാം, ആകാശ് സാറ് അവസാനമായിട്ട് കാണണമെന്നാണ് പറഞ്ഞത്, അപ്പൊ ഇനി എങ്ങനെ കാണാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പ്രീതി. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഇന്ന് കുറച്ച് കഥ ഭയങ്കര ലാഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്ന നമുക്ക് പോലും കുറച്ച് ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോഴേ ഒരു ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നിർത്തി അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന നമുക്കും പറയുന്ന എനിക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതായത് കുറച്ച് നമുക്ക് തന്നെ ഈ ഒരു ബോറടിക്കുന്ന ഫീലാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കാം. എന്തായാലും വിവാഹ നിശ്ചയത്തിന് മുന്നേ തന്നെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവാണ്. അത് മാത്രമല്ല ആകാശിനെ തേടി വലിയൊരു അപകടമാണ് കാത്തിരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. ഇതൊരിക്കും ബൈ.